ഓക്കെ. ഞാൻ സ്വയം കെട്ടിയ ഒരു വേഷമുണ്ടായിരുന്നു എനിക്ക്. ഒരു ടൂറിസ്റ്റുകാരിൻ്റെ വേഷം. പുറത്തു നിന്നെത്തുന്ന സഞ്ചാരികൾക്ക് കാടിനെ പരിചയപ്പെടുത്തുക. അങ്ങനെ ഒരു യാത്രയ്ക്കിടയിലാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ആദികേശവൻ സാറിൻ്റെ ജീവൻ ഞാൻ രക്ഷിക്കുന്നത്. അത് ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായി. ആനത്താരിൽ നിന്ന് ജീവൻ രക്ഷിച്ചതിന് ഫോറസ്റ്റ് കൺസർവേറ്റർ ആദികേശവൻ സാറിൻ്റെ സഹായത്തോടെ കിട്ടിയ സന്മാനമായിരുന്നു ഫോറസ്റ്റ് ഗൈഡ് എന്ന ജോലി. വനത്തിലെ വഴികാട്ടി. വനത്തിന്റെ കാവൽക്കാരൻ കൂടിയാണ് ഇനി മുതൽ നീ. ഈ യൂണിഫോമിനൊരു സത്യസന്ധതയുണ്ട്. ഒരിക്കലും അത് കൈവിട്ട് കളയരുത്. നിർത്ത്. വെറുതെ നീ അറിഞ്ഞോ? ഇന്നലെ രാത്രി സഞ്ജയനെ പോലീസ് പിടിച്ചു. ഞാനിപ്പോഴാ അറിഞ്ഞേ. എന്താ അത് പുതിയ കേസാ? ആർക്കറിയാം? ആ മുടിയന്റെ കാര്യമല്ലേ? വേദന. ശരി, ഞാൻ പോയിട്ട് വരാം. ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നീ അധമമായത് ഒഴിവാക്കി ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. നീ ഒരിക്കലും കുഞ്ഞാടുകൾക്കിടയിലെ ചെന്നായോ കുരുവികൾക്കിടയിലെ കഴുകനോ ആകരുത്. ഞാൻ പറയുന്നത് ദേവദാസ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സ് നിയന്ത്രിച്ച് അല്പം പിന്നോട്ടിരിക്കാം. തങ്കു സിസ്റ്ററെ ഒന്ന് മാറിക്കേ. മേരിക്കുട്ടി സിസ്റ്ററെ ഒരു മിനിറ്റ്. ഞായറാഴ്ച നമുക്കൊരു കൂട്ടായ്മ പ്രാർത്ഥന നടത്തിയാലോ? ദേവദാസ് ബ്രദറെ, എന്റെ വായിന്ന് ഫാദറിനെ കേക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്താ വരദ, ആ നരക സന്തതിക്ക് വേണ്ടി വന്നതാവും അല്ലേ? പിന്നെ 50 ലിറ്റർ സ്പിരിറ്റുമായിട്ടാ അവൻ ഇന്നലെ മലയിറങ്ങി വന്നത്. ഞങ്ങളെ കണ്ടപാടെ അവൻ അത് ആറ്റിൽ കമഴ്ത്തി. അതുകൊണ്ട് തൊണ്ടിയില്ല. അവൻ പാവം സാർ. എത്ര തവണ എന്ന് പറഞ്ഞ അവനെ വെറുതെ വിടുന്നത് വരദ? നീ അവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? വീരപ്പന്റെ അതേ ഛായ അവന്. ആയിരങ്ങളുടെ അല്ല, ലക്ഷങ്ങളുടെ കളിയാ അവന്റെ. കാട്ടുകള്ളൻ. നീ വന്നല്ലോ. സഞ്ജയ, നിനക്ക് കുറച്ച് മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്നാ സാർ, വേദലേഖനം വരുന്ന കർത്താവിന് എന്നാ വേണമെങ്കിലും ചൊല്ലാം. ഇവിടെ ജീവിക്കുന്നവർക്കല്ലേ എന്റെ പാടറിയൂ. ഭരത, ഈ നരക പിശാചിനെ വിളിച്ചുകൊണ്ട് പോകൂ. ഇല്ലെങ്കിൽ ഞാനൊരു ദൈവദാസനാണെന്നുള്ളത് മറന്ന് യവനെ വലിച്ചിട്ട് ചവിട്ടും. സ്തോത്രം കർത്താവേ. ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന എന്റെ ജീപ്പിൽ ഒരു യാത്രക്കാരന്റെ വേഷത്തിൽ സഞ്ജയൻ മുന്നേ എത്തുമായിരുന്നു. ഞാൻ അറിയാതെ സഞ്ജയൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരു ആയുധമാക്കുകയായിരുന്നു. എന്നെ ടയർഡ്. എന്നടാ കാര്യം പറഞ്ഞിട്ട് മച്ചാ, ഞാൻ വേട്ടക്കാരൻ വീട്ടിലോട്ടാ. പറയാൻ വിട്ടുപോയി. ഞാനേ കഴിഞ്ഞ ആഴ്ച അതുവഴി ഒന്ന് പോയായിരുന്നു. എന്റെ പൊണ്ണൊന്ന് പെരുകിട്ടോട്ടാ. ചന്ദിരം കെട്ടതും പൊണ്ണാതെ
അല്ലല്ലോ. നിന്നെ അവൻ കെട്ടൂടി. ഒന്നാം തരം നീലച്ചടയനാ മുതലാളി. അമ്മന്നൂരിലെ മല്ലീശ്വരം മുടിക്ക് താഴെയാ കൃഷി. ഇവനുടെ പൂമ്പൊടി പോലും സ്വർഗം കാണും. മാലാകമാരി കൊള്ളാവല്ലോടാ മുടിയ. നീ 4 കാലം നിന്ന നരിയാ നരി. വാ വാ. ഇതേതാണെന്ന് അറിയാവോ? ഇത് ഒരുപാട് കൊമ്പന്മാരുടെ തലച്ചോറ് വളർത്തിയ സാധനമായത്. ഉപ്പുതറയിലെ കൊല്ലം ശംഖുവിനടുത്തിരുന്ന് എന്റെ അപ്പം വേട്ടക്കാരൻ പൈലി അംശം നോക്കി ഉണ്ടാക്കിച്ചതാ. അപ്പടിയോ? ചായ. എന്നാ ബാവാ സൗഖ്യമാ? ആഹാ ആഹാ. മാലാകമാരെ കണ്ട മൊബൈലാ? புதுசு பாக்குறியா? നോക്കട്ടെ. ரொம்ப நல்லா இருக்கு. கேமரா எல்லாம் இருக்கு பாரு. இனி இதுல விட்டு விழிச்சா மதி. சரியா? ஏய் ஒரு நிமிஷம். ஒரு சாரியா வச்சுக்கோ. என்ன கலர்? உன் பக்கத்தில் வரும்போது எல்லா கலரும் சூப்பர். ஃபோன் பண்ணணும். அழுமிச்சு எப்ப பார்த்தாலும் அழுதுட்டு. சரி சரிடி. വരദാ, എന്നും ഇങ്ങനെ മുറ്റത്ത് വന്നെന്ന് കാണുകയും സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്താൽ മതിയോ? മച്ചാ ഏയ് കലമലാം. வரேன். அம்மா வரமா. டேய் அண்ணா, தன்னான்னு உனக்கு தெரியுமாடா? ₹1,00,000 விலையுள்ள கஞ்சா. தூக்க போடுறா. சரிண்ணா. சோம்பேறி. എന്താടി ഭാവയാമി, സുഖമല്ലേ? ഞാൻ കാണുമ്പോഴൊക്കെ നിന്റെ സൗന്ദര്യം അങ്ങ് കൂടിക്കൂടി വരികയാണല്ലോടി. അതുപോലെ 3-ാം പക്കം തിരിച്ചു പോകാനല്ല ആൻ്റെ ഒപ്പം വന്നത്. ഒരു 1.5 മാസം കാണും. അതുകൊണ്ട് മുമ്പത്തെ പോലെ മുങ്ങി നടക്കാനുള്ള വകുപ്പ് നിനക്കില്ല. നമുക്ക് കാണണം വിശദമായിട്ട്. ഇല്ലില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. എന്നും സിറ്റിയിലെ ഫുഡല്ലേ, ഇടയ്ക്ക് നാടൻ ഫുഡും കഴിക്കണ്ടേ? ഇല്ലില്ല, ഞാൻ വിളിക്കാം. ആ ശരി. കടല് പോലെയാ നീ. എത്ര നോക്കി നിന്നാലും കൊതി തീരില്ല. മോളെ ഭാവയാമി, ഓരോ തവണ ഞാൻ വല വിരിക്കുമ്പോഴും നീ വെട്ടിച്ചിങ്ങനെ പറക്കും. പറന്നു പോകുന്നതിനെ എറിഞ്ഞു വീഴ്ത്തുന്നത് ആൻ്റപ്പൻ്റെ ഒരു രീതി. അതൊന്ന് തേച്ചു കുളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മോളെ. കഴിവാണ് മോളെ. ആൻ്റപ്പം കുറി വരച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടേ പോകും. சஞ்சயா, டேய் சஞ்சயா. மச்சா டேய், என்னடா இது? ஆறுமுகம் பாரியா கிட்ட என்னடா மரியாதை? என்ன மரியாதை? எல்லாம் பொண்ணு. அவ்வளவுதான். வாடா.
சொல்லு மச்சான், என்ன ப்ராப்ளம்? பாவையாமி விழிச்சிருந்தோம். அங்க ஏதோ பிரச்சனம். அந்த முதலாளி பையன் வந்துட்டான். இப்பதான் அவளை போய் கூட்டி கொண்டு வரணும். வா, நமக்கு வேட்டக்கார பங்களா. என்னடா சொன்ன? അത് വേട്ടക്കാരൻ ബംഗ്ലാവടാ. അനുവാദം ഇല്ലാതെ ചെന്ന് കേറിയ പോണമായിട്ട് പുറത്തു വരും. പോണമായിട്ട് അங்கே ഇരട്ടക്കുഴലുണ്ട്. ഇരട്ടക്കുഴൽ தெரியுமா? எனக்கு அது ஒன்றும் பிரச்சனை இல்ல. எனக்கு பாவையாமி வேணும். நீ வந்திല്ലെങ്കിൽ நான் ஒத்தைக்கு போവും. டேய் மச்சா, ശരി, ഞാനും വരാമേ. എങ്ങനെയെങ്കിലും പാവയാമിയെ വേട്ടക്കാരൻ ബംഗ്ലാവിന്ന് പുറത്തു കൊണ്ടുവരാം. എനിക്ക് നീ എന്നെ തരും. എന്തും തരും. നീ ചോദിക്കുന്നത് എന്തും. எனக்கு பாவையாமி வேணும். മജ വാക്ക വാക്കടാ. ഭരതം വന്നിട്ടുണ്ട്. എതുക്ക്? വാ, വേഗം വാ. വേട്ടക്കാരന്റെ മുറ്റത്തുനിന്ന് പോക്കരത്തരം കാണിക്കോളാ പട്ടി കുഞ്ഞുങ്ങളെ. നിന്നെ മൂന്നിനെ തീർക്കാൻ ഞാൻ തൊട്ടാ മതി. ഇവിടെ വാടി, ഇവിടെ വരാൻ. അതോ എന്നെ വിട്ടേക്ക്. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഇത്രയും കാലം ഒരു അടിമയെ പോലെ ഇവിടെ നിന്നപ്പോഴും മകളെ പോലെ എന്നെ നോക്കിയില്ലേ? ഒരല്പം ദയപ്പ് എന്നോട് കാണിക്കും. അല്ലെങ്കിൽ എന്നെ കൊന്നളന്നേക്ക്. ഒന്നും ഞാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അവള് പൊയ്ക്കോട്ടെ. എന്റെപ്പാ, ഈ 76 വയസ്സിനിടയ്ക്ക് നിന്റെ തന്ത ചെയ്തിട്ടുള്ള 99% പിറപ്പ. നല്ല ഒന്നാം തരം തന്തയ്ക്ക് ഇവർ കഴിയാം. ഒരു ശരിയെങ്കിലും ചെയ്യണ്ടേടാ. കൊണ്ടുപോയിക്കോടാ. എന്നെ മണിക്കുന്നോടാ കഴിവേറി. ലോകത്ത് വേറെ വെമ്പിള്ളേരില്ലേ? മകനാണെന്നൊന്നും നോക്കത്തില്ലേ? നെഞ്ചത്ത് ഓട്ടായിട്ട് ആറ്റി തള്ളിക്കളയും. പോത്തിനെ ചാരി എരുമയെ വെട്ടുന്നതാ വർക്കയുടെ രീതി. അറിയാല? അതോ മച്ചാ, വണ്ടി കൊച്ചെന്തത്? ഒരു കാര്യം പറയാം. എന്നടാ? ശരി. എന്നടാ? നീ ഒരു വാക്ക് ചൊല്ലിയാച്ചെന്നോട്. എനിക്ക് എന്താ വേണൽ തരുമെന്ന്. ஆமா, என்ன வேணும் சொல்லு. சின்ன வயசுல இருந்தோ ஒரு ஆசை. சரி, என்ன? இன்னைக்கு ஒரு நாள் பாவையாமியே எனக்கு வேணும். நாயே, என்னடா சொன்ன? உனக்கு அறிவே கிடையாதா? വേട്ടക്കാരൻ ബംഗ്ലാവിൽ അപ്പനും മോനും മാറി മാറി വെച്ചോണ്ടിരുന്നാടാ അവളെ. എടാ, എച്ചിലാ ഇത്, എച്ചില്. വേട്ടക്കാരൻ തിന്നു കൊടുത്ത എച്ചില്. ഇനി എന്റെ മുൻപിൽ വന്നാൽ അറിഞ്ഞു കളയുന്ന നായെ. ലേലു ലേലു ലേലു
என்ன ஆ என்னடா இருமா ഇന്നലെ രാത്രി വന്നതാ ഡിസ്റ്റർബ് പണ്ടാന്ന് നനച്ചേ എന്നടാ മച്ച ഇവന് മുഴുക്കന്നെ ഡാപ്പുടു മാമനെ തെരിയുമാ ഡേയ് അന്ന് എന്തൊക്കെയോ നടന്നു വിട്ടിടാ അതെല്ലാം പഴയ വിഷയം അത് എതുക്കടാണ്ടാണെന്ന് അന്ത മാതിരി ഭാവ ഭാവ നീ എനിക്ക് സ്വന്തം പെങ്ങള് മാതിരി ഞാൻ ഉങ്ങളുടെ നண்பன்டா நண்பன் அல்ல ஆமாச்சா கொஞ்ச காலம் நான் இங்கதான் இருக்கேன் റോഡിനെ അടുക്കാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് നിനക്കെന്നെ മൂലയിലടാ വണ്ടി മാറ്റ് സോറി എടുത്തേക്കാം சீக்கிரம் மாத்து നീ ഇത് എവിടെയായിരുന്നു വരുതാ വണ്ടിയും കൊണ്ട് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ இது ஆரோட வண்டி சார் இது അത് പുതിയ DFO സാറിന്റെയാ ആള് ചാർജ് എടുത്തു പേര് രവിചന്ദ്രൻ ஐயோ സർ ഇത് വരദരാജൻ വരദൻ അപ്പൊ റോഡിന്റെ നടുക്ക് വണ്ടി ഇടുന്നത് തെറ്റാണോ വരദ? തെറ്റ് തന്നെയാണ്. Yes, sir. പക്ഷേ അതിലും വലിയ തെറ്റാണ് സർക്കാർ വാഹനങ്ങൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സാർ ഇനിമേൽ ആവർത്തിക്കരുത്. ശരി സാർ. ഓക്കെ ഓക്കെ സാർ. ഗുഡ്. എന്റെ വണ്ടി എടുക്ക. Yes, sir.